हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव एंड महादेव। तो दोस्तों, आज हम देखने वाले हैं पवित्रम फिल्म को, जो कि 1994 में रिलीज़ हुई थी। इस फिल्म में लीड रोल में हैं मोहनलाल, शोभाना, तिलकन, श्रीविद्या, श्रीनिवासन, नेदुमुदी वेणु एंड इनोसेंट। और दोस्तों, इस फिल्म को डायरेक्ट किया है टी.के. राजीव कुमार ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं, लेकिन देखने से पहले आपको याद दिला दूँ, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले लेट्स वॉच पवित्रम। लेट्स वॉच। कृष्णन कुछ जगह रहा कौन है? उन्नी कृष्णन। अच्छा, मोहनलाल है। अरे मोहन, നിന്റെ അച്ഛൻ മരിച്ചിട്ടൊന്നുമില്ല, അല്ലാതെ ദേഹണ്ണ अच्छा इसके पिता ने मारे। और किचन में झांकने के लिए बोल रहे हैं। ओ किचन में क्यों नहीं देखते हो? किचन में चला गया। सपना तो देख रही है। सपना देख रहा होगा। सपना देख रही है। सबके सब बूढ़े हैं। वो आदमी वहीं मौजूद है। देखा, सपना देख रहा। ये भी इसके साथ है। വാര്യ സാറിന് മനസ്സിലാവുന്നുണ്ടോ? ये उस ഈ वाली मूवी में था ना? പരേതാത്മാക്കൾ അവരുടെ സാന്നിധ്യം അറിയിക്കുന്നത് ചില अच्छा, इसके डैड चले गए थे 15 साल पहले। കഴിഞ്ഞുപോയി എന്നങ്ങോട്ട് നിരൂപിക്കുക. ആത്മാവിനെ ജ്യേഷ്ഠനുണ്ട് രാമകൃഷ്ണൻ, ഡോക്ടറാ. മൂത്തയാളുള്ളപ്പോ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതിപ്പോ അടയാളം കാണിച്ചത് ഇദ്ദേഹത്തിനാണല്ലോ. अभी सोच रहे हैं मर गया होगा। നീ ഇങ്ങനെ അങ്ങോട്ട് പഴഞ്ചനാവാൻ തുടങ്ങിയ വലിയ കഷ്ടമാണാവേ. അതെ, എന്നെ कोई सबूत नहीं है कि वो मर गया। നാണക്കേടാണ് പോവേ. ബലിയിട്ടേച്ച് കൈയും കുടഞ്ഞ് നിനക്കങ്ങോട്ട് പോവാം. അതുപോലെ ഞാൻ ഇങ്ങോട്ട് വന്ന നിർമ്മലയുടെ രീതി നിനക്കറിയാവല്ലോ. സീനിയോറിറ്റി ഒന്ന് കളയണം മിസ്റ്റർ. നിങ്ങൾ ഡ്യൂട്ടി ഡോക്ടർ അല്ലേ? പേഷ്യന്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ क्या बात कर रहा है? ആർഗ്യുമെന്റ്സ് ഒന്നും വേണ്ട. ഡു യുവർ ഡ്യൂട്ടി. अच्छा, इंग्लिश में यार, इंग्लिश अगर में बात कर तुम रहा हो ताकि पता नहीं चले इसकी वाइफ को। इंग्लिश में नहीं है। अरे वो किसी और से बात करने का ड्रामा कर रहा है। वो चाहता नहीं कि उसे पता चले कि मैं इससे कर रहा हूँ बात। फिर भी वो इंग्लिश में बोल रहा था ताकि പോട്ടെ, നമ്മൾ समझ ചെയ്യണം, में आए നമ്മൾ उसकी ചെയ്യണം. वाइफ को। വരുന്നില്ലെങ്കിൽ വരണ്ട. അത്രേ ഉള്ളൂ. അതിനെന്താ, അനുഭവം കണ്ടില്ലേ? മരിച്ച ആളിനെ സങ്കല്പിച്ച് ഗർഭം നനച്ച ഇലയിൽ വെച്ച് अच्छा श्राद्ध कर रहा। 3 പ്രാവശ്യം നീര് കൊടുത്ത് നീര് പിണ്ടത്തിൽ ആരാധിച്ച് अब उसे पता भी नहीं है कि उनकी मौत हुई है कि नहीं हुई है। उसने जैसा सपने में देखा ना, तो उससे लग रहा है कि शायद उनकी मौत हुई। पानी गिर गया है। ഇല്ല വൈദ്യ സാറേ. अच्छा, ऐसे यकीन नहीं हो रहा। पंद्रह साल बीत चुके हैं। ഇത് അച്ഛൻ, ऐश्वर्या पिल्ले। अच्छा, ये तो इसके डैड। अच्छा, इससे बाबा ഇത് इसकी माँ। ദേവകി തമ്പുരാട്ടി. अब फ्लैशबैक का दिखा रहे हैं। പാലെടുത്ത നിർമ്മല കൊച്ചമ്മ. कौन होगा? अभी क्या लगता है इसका? കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. പണത്തിനും അഹങ്കാരത്തിനും ഒരു കുറവുമില്ല, ഒന്നുമില്ല. മീരയ്ക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ, അമ്മ അത് ചെയ്തോളൂ. മുത്തശ്ശി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. अच्छा, इसमें इसमें यही है ना? അതുകൊണ്ട് കാര്യം ചെയ്യാം, सुभाना। അഡ്വാൻസ് ആയിട്ട് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എന്താ? इसमें तीनों कैरेक्टर वही है ना, जो उस वाली फिल्म में थे। फेस्टिवल हो रहा है शायद कुछ। वहाँ चले गए। उसने देखा ये लेडी भी है इस फिल्म में। ये भी उसी फिल्म में थी, नहीं थी? एक्टर काफी सारे वही हैं।
रसूल मिले खुश हो रही ഇത് മുടിയേറ്റ് കാളിയും കൂളിയും കുഞ്ഞു ചേച്ചിക്ക് മനസ്സിലായില്ലേ ചേട്ടൻ പറഞ്ഞു കൊടുക്ക്. വേണ്ട വേണ്ട കൊറേയൊക്കെ ഞങ്ങൾക്കും മനസ്സിലാവും ഇല്ലയോ ചേച്ചി? അച്ചിട്ട ദേ ഇങ്ങോട്ട് നോക്കി, ഇത് കണ്ടോ? ഇവളുടെ വയറ് കണ്ടോ? എന്തോ ചേട്ടാ മോളെ അപ്പൊ उनसे मिलवा रहा करिए शादी हुई അയ്യോ അതാ ശ്രീമന്ദിരത്തെ സരസ്വതിയാ. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. ഇപ്പോഴാ കുഞ്ഞിനെ തരാൻ. बच्चे अब ये कौन है? അയ്യോടാ അത് നമ്മുടെ എരിശ്ശേരിയല്ലേ? അച്ഛന്റെ ഒരു ശിങ്കിടിയാ. तो इसके डैड है नहीं, इसके डैड है नहीं, ना इसके डैड कोई और नहीं डैड का നിന്ന് ചിരിക്കാതെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാക്കാം. നല്ല കുട്ടിയാ. നീ बता दिया. अच्छा उसके बॉस की बेटी है वो. എന്താ എല്ലാം इनके വിധി लिए പോലെ काम करता है നടക്കും. वो. നമ്മുടെ രാമുവിന്റെ കാര്യം കണ്ടില്ലേ? ഇതെന്ത് മുതുകൂത്താ? വയസ്സായി വരുമ്പോഴാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം. അപ്പൊ ഉരുളിയാവും തന്നെ. എന്ന് ചെന്ന് പറഞ്ഞു നോക്കാം. ഒരെണ്ണ അരയക്കട്ടെ. അരേ നീ ഒരു കറുത്ത ഇരണ്ടം കിട്ടിയാ മതി. ആ ഉണ്ണി സാറേ ദഹനക്കാരൊക്കെ തെണ്ടി പോകത്തില്ലയോ? തീർമാനം അടിക്കാതെ പാത്രങ്ങളുടെ ലിസ്റ്റ് എഴുത്. ചെമ്പ് 5. कैटरिंग का बिजनेस तो नहीं इनका. ആള് നല്ലവനാ എന്ന് പറഞ്ഞ എന്റെ മകനൊരു അന്തരവളാ. ഇപ്പൊ വയറ്റിലുണ്ട്. ഇന്നോ നാളെ ഒന്നും പറഞ്ഞിരിക്കുക. മിലിറ്ററി ചേട്ടന്റെ വരുത്തുപോക്ക് കൊണ്ട് സംഭവിച്ചതാ. ഇയാൾ ഇടയ്ക്ക് എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും കേട്ടോ. ഇവന് കുറച്ച് അഭിരുചിയൊക്കെ ഉണ്ട്. പുണ്യം കുറവല്ല. ഉണ്ടാവൂ വലുത് 5 എഴുതണോ? അവർക്ക് ഇതൊക്കെ अच्छा ആക്ഷേപം. वो उसका भाई था शायद. അതുകൊണ്ട് ഇവിടെ ആയിട്ട് ഒരു शादी സാധാരണ हुई. വേണ്ടെന്ന് ഞാനും അങ്ങ് വെച്ചു. ഇറ്റ്സ് ഓൾ റൈറ്റ് സർ. ഇരിക്കടോ. ഞാൻ വെറുതെ ചോദിച്ചതല്ല. ബിസിനസ് മാനേജ്മെന്റിൽ ഒരു നാളെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഇതുപോലൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ തനിക്കൊരു അവസരം കിട്ടിയെന്ന് ഇരിക്കട്ടെ. ശരി, ഞാൻ സജസ്റ്റ് ചെയ്തത് താൻ പോണം. താന്റെ സകല എക്സ്പെൻസും കമ്പനി വഹിക്കും. സാറിനോട് ക്ഷമിക്കണം. ബിസിനസ്സും പിന്നെ പറ്റിയ ഒരാളിന്റെ പേര് ഞാൻ സജസ്റ്റ് ചെയ്യാം. മീര. പുസ്തകങ്ങളും സ്വപ്നങ്ങളും അല്ലാതെ അവൾക്ക് വേറൊരു ലോകമില്ല. അപ്പോഴെങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. എന്നും ഇങ്ങനെ ഇരിക്കുവോ? പുസ്തകങ്ങളുമായി ഇങ്ങനെ വേറെ പണി നോക്കാൻ. മോളെ കെട്ടാൻ പോകുന്നവന് നിലയും വില ഉണ്ടാക്കാൻ ശ്രീധരൻ തരുന്നതിന് പകരം ഇംഗ്ലണ്ടിൽ ഡിഗ്രിയും തേങ്ങാക്കൊലയും. അതിനെ ഉണ്ണി ഒച്ചയും ബഹളവും കൊടുങ്കാറ്റ് പോലെ. इसलिए जाना नहीं चाहता हूँ. वो बोल रहा हूँ. बिजनेस मैनेजमेंट करो. ഡെമോൺസ്ട്രേഷൻ ഒന്നും വേണ്ട. ഏയ് എന്റെ ബുക്ക്. ഞാൻ മറന്നതൊന്നുമല്ല, വിളിക്കുന്ന എനിക്കറിയായിരുന്നു. പുസ്തകം ഇനിയും വേണമെങ്കിലേ. ഉണ്ണി, ആ സാമ്പാറിന്റെ മണം ശരിയല്ലല്ലോ. പിന്നെ അത് എച്ചിലായി പോയില്ലേ? ഉണ്ണി, ആ അവിയലിൽ ഉപ്പ് കുറച്ചുകൂടെ ഇട്ടേ. അല്ലേ അതിന് इनके അവയെ घर के साथ അതെ, ഇവിടെ पता नहीं. कैटरिंग का बिजनेस है ना इनका शायद. नहीं ये लड़की के साथ ये कह रहा हूँ. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താ ഉണ്ണി, बुलाया हुआ सर इसमें. നിങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. എനിക്കൊരു കയ്യാള് വേണല്ലോ. താ ഒരു കാര്യം ചെയ്യ്, താൻ ലീവ് എടുത്തിട്ട് എന്റെ കൂടെ കൂടിക്കോ. ഞാൻ നിങ്ങൾ നക്കാപ്പിച്ച് പിടിച്ചാലോ. കേട്ടോ. फूक मार के ओ रगड़ बना रहे हैं. ഇഞ്ഞു പോയി എന്തോടോ നോക്കിക്കാതെ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണോ? എടുത്തു വെക്ക്. അതെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ തലയിൽ കൂടെ കൊതി വെച്ചോളൂ. हाँ पानी में डाल दिया. ഇടോ നോക്കിക്കാൻ നെയ്യും പഞ്ചസാര അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്ത് അതിലിടണോ? നാളെ ഒരു സ്വീറ്റ് ആക്കി കൊടുക്കാം. എന്റെ അളിയ, അതിനല്ലേ ഞാനിത് പുകച്ചത്. जलिया में उसके डाल से पहले जला हुआ था ना. बताइए. ഏതുതരം പ്രിപ്പറേഷനാ?
ഇനി ആർക്കാ വേണ്ടേ? ഇനി ആർക്കാ വേണ്ടേ? ചോദിച്ചോളൂ. അതെ എന്താ വേണ്ട പകച്ചു വെക്കും. അല്ല ഉണ്ണി പറ്റിച്ച പണിയാ. എന്തായാലും നന്നായിരിക്കുന്നു, റിയലി ഡെലീഷ്യസ്. കുറച്ചുകൂടെ തന്നോളൂ. ഉണ്ണി ഇത് പിന്നെ ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഒരു ഈ ഉണ്ണിമധുരം. ഉണ്ണിമധുരം. ഇനി ऐसे बड़ी दिक्कत होती है ना जब सभी बैठे हैं എല്ലാം बात है। കേട്ടു. അത് ഇനി ആർക്കാ വേണ്ടേ? എന്റെ പൊന്നുമോൻകുട്ടൻ എന്താ വേണ്ടേ? ഉണ്ണിമധുരം വേണം. इसका बच्चा हो गया പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. बड़ा हो ഞാനൊക്കെ गया പറഞ്ഞ വാക്കാ. ദാ. മിലിറ്ററി എന്തിനാ ചേച്ചി എന്നെ വിളിപ്പിച്ച? അല്ല എനിക്കങ്ങ് വയ്യ. അത്യാവശ്യം എന്ന് പറഞ്ഞ് എന്നെ എന്നെ പിടിച്ചോണ്ടോ? നിലത്ത് നിർത്തി അത് ചാടിപ്പിച്ചതല്ലേ? അതൊക്കെ ശരിയാ. അപ്പോഴങ്ങനെ തോന്നി. ഇപ്പൊ ഉണ്ണിയെ സത്യം പറ, ഉണ്ണി കുഞ്ഞറിഞ്ഞില്ല. അറിഞ്ഞു തേങ്ങാക്കൊല. എന്നെ ഉണ്ണി നീങ്ങി വന്നേ. ഇതൊന്നും ശരിയാവില്ല. അയ്യോ, ഉണ്ണിക്കുഞ്ഞെ. ശരി. ദേ. फिर से बनने ये प्रेग्नेंट है। ഇതിന്റെ ഇടയിൽ മിലിറ്ററിക്കാരൻ എപ്പോഴാ വന്നേ? वो आने कब आएगा ചേട്ടത്തി അമ്മയ്ക്ക് അല്ല ചോ, എന്റെ ഉണ്ണിക്കുഞ്ഞെ, ഈ മനംപുരട്ടലും ഛർദ്ദലും ഒക്കെ ആർക്കാണെന്ന് അറിയാവോ? ദേവകി ചേച്ചിക്കാ. क्या माँ कौन हो गया അയ്യോ അപ്പൊ അത് നേരെവോ? ഒരു വീണ്ടും വിചാരമില്ലാതെ ഈ പ്രായത്തിൽ कौन है वो पता नहीं। ഈശ്വരൻ കൊടുത്താ കൈനീട്ട് വാങ്ങിക്കാല്ലാതെ എന്തോ ചെയ്യും? അതെ, തള്ളക്ക് പിള്ളയെ കൊടുക്കുന്ന ഈശ്വരനല്ലോ ഈശ്വര പിള്ളച്ചേട്ടൻ. कैसे ദേ, मम्मी तो നീ नहीं തല- इसकी मम्मी हाँ बोलते रहिए ഇത് പെൺകുഞ്ഞല്ലെങ്കിൽ ദേവകി ചേച്ചി ഇനിയും പ്രസവിക്കുന്നു. അയ്യോ ദേ നീ പോയി പ്രാർത്ഥിക്ക് ഇത് പെണ്ണാവാൻ. അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇതിനേക്കാളും വലിയ അക്രമം मतलब अभी होगा पता नहीं क्या होगा എടുത്ത് പഠിക്ക്. ഇനി ഇതിന്റെ ഒക്കെ ആവശ്യം വരില്ലോ. ഓ, इसकी मम्मी ഇതൊക്കെ ഒരു मतलब ഭാഗ്യം प्रेग्नेंट। തന്നെയാണേ. അയ്യോ എന്തോ മക്കളെ, വാ വാ. ഉണ്ണീഷ്ണ അടുത്ത വിഷു ആവുമ്പോഴേക്കേ खुश हो गया वो पहले एक बार परेशान हो गया वो मम्मी से पूछ रहा അമ്മേ അമ്മേ എന്താടാ? आम लेके आ रहे हो। अच्छा बोलने बात है സദ്യ വെച്ച് നടക്കുന്ന സ്വന്തം അച്ഛന് sorry. വീട്ടിലൊരു സദ്യ ഒരുക്കാൻ ഇതൊരു പെൺകുഞ്ഞായിരിക്കും അമ്മേ. അമ്മേ इसकी मम्मी रोक क्यों रही है? इसकी मम्मी नहीं चाहती शायद। अच्छा उसे लग रहा है कि इन्हें शर्म महसूस हो रही है। ആർക്കും ഇല്ലാത്ത ഈ सर ഭാഗ്യം मारियो से അമ്മയോട് എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടം തോന്നുക. എനിക്ക് രാമുവിന്റെ കാര്യം ഓർക്കുമ്പോൾ അയാൾ നമ്മുടെ ആരാ? ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? തലയിൽ എഴുതായത് ജീവിച്ചെനിക്ക് മതിയായി, ചത്താ മതി. एम्बैरेसिंग फील हो रहा है बहुत ദൈവനിശ്ച എങ്ങനെയാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ഒരുപക്ഷെ അവൻ വളർത്തിക്കൊള്ളുമായിരിക്കും. പെൺകുട്ടിയാണെങ്കിൽ സർക്കാർ ആശുപത്രി പോണം, പോകാം. ഇക്കാലത്ത് ഒരു പാവമൊന്നുമല്ല. ദൈവദോഷം പറയാതെ. आगे उसका बड़ा बेटा आगे वो कर रहे भगवान इसका डर तो वही हो गया ദേവകേ, ഇത് രാമകൃഷ്ണൻ. ഞാൻ കണ്ടല്ലോ. എനിക്ക് ആ ഭൂപണയ ബാങ്ക് വരെ ഒന്ന് പോണം. ബാങ്ക് വരെ ഒന്ന് പോണം. ദേവകേ, രാമകൃഷ്ണൻ. ഉണ്ണി വിളിച്ച് പറഞ്ഞു. अच्छा पता चल गया से उन्होंने ने बता दिया से बताए देने यार को ഇവിടെ വിളിച്ചു നിൽക്കാണോ? അമ്മ ഡോക്ടർ വല്ലതും കണ്ടോ? വളരെ കോംപ്ലിക്കേറ്റഡാ. മാസാമാസം ചെക്കപ്പ് നടത്തണം. चेक ടൗണിലെ മെഡിക്കൽ സെന്ററിൽ എന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട്. വിഷമം തോന്നുന്നില്ലയോ? എനിക്കറിയില്ല. ഉണ്ണി വിളിച്ച് പറഞ്ഞപ്പോ മനസ്സങ്ങിളകി. ഒന്ന് കാണണം. अच्छा दवाइयाँ डाल गए 3 നേരം ഓരോ ടീസ്പൂൺ വെച്ച് കഴിക്കണം. ഇത് രാത്രി മാത്രം കഴിച്ചാൽ മതി. इसकी वाइफ क्या है? पता नहीं कहाँ रहते हैं അമ്മ കഴിക്കാൻ എന്തെങ്കിലും താ, എനിക്കങ്ങ് പോകണം. ये इसकी वाइफ അങ്ങനെ എന്ത് പറഞ്ഞു? സത്യ ആണോ? ഛേ, ബാക്കിയുള്ളവന്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടി ആണോ? എന്റെ പട്ടി പോകും. ഞാൻ പറയുന്നത് കേൾക്കൂ. പോണം. പോയാൽ അവിടെ കൊല. അറിയാതെ അതങ്ങ് നടക്കും.
താനൊന്ന് തെളിച്ച് പറ. അമ്മയോട് ചെന്ന് പറ, അതങ്ങ് അബോർട്ട് ചെയ്ത് കളയാൻ. बैंकरी उससे कुछ ज़्यादा प्रॉब्लम हो रही है, उसके बच्चों को भी नहीं हो रही इतनी प्रॉब्लम जैसे जितनी से हो रही है. അവരൊക്കെ പഴയ ആൾക്കാരാ. അബോർഷൻ എന്ന് കേട്ടാ അപ്പൊ വീണ് ചാവും. എങ്കിലൊരു കാര്യം ചെയ്യേ, യു ജസ്റ്റ് कैसी कैसी औरत है. Let them go to hell. വലിയ ഗൗരവത്തിൽ തല ഉയർത്തി അങ്ങനെ നിൽക്കുമ്പോ തുണി ഉരിഞ്ഞു പോയാൽ അങ്ങനെ ഇരിക്കും. ഞാനിപ്പോ ആ പരുവത്തിൽ. जिनका बच्चा उन्हें कोई दिक्कत नहीं हो रही, उनके बेटों को कोई दिक्कत नहीं हो रही, उसको कुछ ज़्यादा दिक्कत हो ഈശ്വരൻ रही. എന്ന് പറഞ്ഞാ ഈശ്വര വെള്ളച്ചാട്ടം. എന്താ ചേട്ടാ, മൂത്ത മോനെ തോപ്പിച്ച് അല്ലേ, ഒരു ദിവസം നേരം വെളുത്തപ്പോ ഇവൻ കയറി അങ്ങ് ഡോക്ടറായൊന്നും അല്ലല്ലോ. വീടും പറമ്പ് ഈട് വെച്ച് പലിശയ്ക്ക് പണം എടുത്തിട്ടാ അവനെ റാഞ്ചി കൊണ്ടുപോയപ്പോ സ്ത്രീധനമായിട്ട് എന്ത് വാങ്ങാത്തല്ലേ കൊടുത്തത്? വേണ്ട, എന്തിനാ इनका बड़ा भाई वैसे ही है, वो रहना नहीं चाहता था इनके साथ. ചുമ്മാ അല്ലല്ലോ, എവന്റെ കാര്യത്തിൽ നമ്മൾ കുറെ മുടക്കിയതല്ലേ. എന്തായാലും ഇത്രയായി, ഇനി പ്രസവം കഴിഞ്ഞിട്ടാണ്. ഉള്ള 2-3 മക്കളങ്ങ് ബഹറിലും ദുബായിലും അവിടെ ഇവിടെയൊക്കെ ആണല്ലോ. ഇവിടെ ഞാൻ കണ്ടൊരു മാത്രല്ലേ ഉള്ളൂ. ഇപ്പോ ദേവകിയമ്മയുടെ പ്രശ്നം അറിയുമ്പോ लेकर जा रहा. എന്താ ഉണ്ണി ഇത്, എവിടേക്കാ കുട്ടി? अच्छा ये भी है वहाँ हारे की. ओ कैंसर से लेकर क्या എങ്ങനെയുണ്ട്? मिठाई है सारी. സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. എന്നെ എന്തിനാണ് ഉണ്ണി ഇങ്ങനെ കളിയാക്കുന്നത്? दोनों बनाए. അതിനു വേണ്ടി വന്നതാ. മീരാബായി മുഖത്ത് നോക്കി നിൽക്കാതെ വയറിലോട്ട് നോക്ക്. എന്റെ അല്ല, ഉണ്ണിയുടെ. എന്റെ अब जा रहे हो डिलीवरी के लिए. യൂട്രസിന്റെ മസ്കുലേച്ചർ വളരെ വീക്കാ. പിന്നെ പ്രഷറിന്റെ ലെവലൊന്ന് നോക്കട്ടെ. ഇക്കാര്യമൊന്നും അനിയനോടും മറ്റും പറയണ്ട. ആണോ പെണ്ണോ എന്ന് അറിയാഞ്ഞിട്ടായിരിക്കും ഉറക്കം വരാത്തത്. ഞാൻ ആ വയറ്റ് പറഞ്ഞതാ, അത് പിടയ്ക്കുമ്പോ എനിക്ക് ഉറക്കം വര. അല്ലെങ്കിൽ വേണ്ട, ഇന്നൊരു ദിവസങ്ങളിൽ ഞാനായിട്ട് നിന്നോട്ടെ. പ്ലീസ് ലീവ് മീ അലോൺ. तो ठीक है, मतलब उसको भी जाना चाहिए था मेरे हिसाब से. नहीं वो घर में बैठा हुआ. ഞാൻ പെട്ടെന്ന് മീര ഒറ്റയ്ക്കാണോ? ഇനിയും ഞാൻ ഇതുപോലെ ഇവിടെ വന്നിരിക്കേണ്ടി വരുമല്ലോ. അപ്പോഴാരാ എനിക്ക് ചായ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നോടൊന്നും പറയത്തില്ല. ഡോക്ടർ അദ്ദേഹത്തോടെ പറയൂ, അവരൊരുമിച്ച് പഠിച്ചവരെ. ഉണ്ണി വേണമെങ്കിൽ വിശാലായിട്ടൊന്ന് ഉറങ്ങിക്കോ. ഞാൻ ചേട്ടാ ഒരു പേടിയാണ്, ഇതുവരെ വലിച്ചു നോക്കിയിട്ടില്ല. वो उन्नी है वहाँ और वही लड़की है. ഈ കൊട്ടയിലോട്ട് വാരി जाना വെക്കും. चाहिए था वहाँ. और बना रहे ना. इनका वो कैटरिंग कैसा है बिजनेस में. എന്ന് പറഞ്ഞപ്പോ എങ്ങനെ? എനിക്കിവിടെ വെറുതെ ഇരിക്കാൻ വയ്യ. കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്ന ആ എരിശ്ശേരിയെ പോലെ ഞാനിന്ന് 4 കാലം. എന്നാലും ഇത് കടിഞ്ഞു പേര് പോലെ തന്നെ എന്റെ അമ്മാവാ. 2 പാത്രമാണെന്നുള്ള മരം തീ തിന്നേ പറ്റൂ. ഈ ആശുപത്രി മരുന്ന് इंतजार कर रहे हैं. ഡോക്ടർ. ദേവികമ്മയുടെ ആളല്ലേ? അതെ. ओ खुश हो गया जो चाह रहा था वो. वही हो गया. खुश हो गया. उसको भी बता दिया उसने. ഉണ്ണി അവിടെ തന്നെ നിന്നാ മതി. അച്ഛനെയും പുഞ്ചിരി ചേച്ചിയും എരിശ്ശേരിയും കൂട്ടി ഞാനിവിടെ എത്തിക്കോളാം. വേണ്ട ഉണ്ണി. आ गए हॉस्पिटल. इसे कोई फर्क नहीं पड़ रहा ना, ये खुश है. और जो उसकी भाभी है उसे कितना खराब लग रहा है. क्या हुआ? अबे ചേട്ടാ, എന്തിനാ ഇത് ഒളിച്ചു വെച്ചത്? ആവേശ इसके भाई ने कुछ छुपाया था उस समय, नहीं कह रहे थे कुछ. പറയൂ ഉണ്ണി, എന്താ സംഗതി? वो डॉक्टर उसने कुछ कह रही थी ना. अच्छा, इसकी माँ की डेथ हो गई है. രാമകുഞ്ഞേ, ദേവാ ചേച്ചി എന്തി?
कितनी क्यूट हो रही। अच्छा ये उस फिल्म में वही था ना? हाँ अब वही याद आ रहा है मुझे। मैं सोच रहा कहीं देखा है ऐसे। इसमें अलग ही लग रहा। सीरियस इसमें डॉक्टर विलन बना था हुआ। बना हुआ। हाँ